ഇന്നലെ വൈകിട്ട് 6 മണിയോടെയാണ് സംഭവം. കുഴിയത്ത് ചാറുകാട് വയലിൽ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കെയാണ് യാതൊരു പ്രകോപനവുമില്ലാതെ RSS പ്രവർത്തകർ മാരകായുധങ്ങളുമായെത്തി ആക്രമിച്ചതെന്ന് പരിക്കേറ്റവർ പറഞ്ഞു. ഗുരുതരമായി പരിക്കേറ്റ ബിനുവിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സാരമായി പരിക്കേറ്റ മനു, ബിജു, അനിൽകുമാർ, മനോജ് എന്നിവരെ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. EMS ലൈബ്രറിയിൽ ബുക്കുകൾക്ക് തീയിട്ടത് ഇതേ അക്രമികൾ തന്നെയാണെന്ന് CPIM ഏരിയ സെക്രട്ടറി സജി ആരോപിച്ചു. RSSന്റെ നേതൃത്വത്തിൽ ബോധപൂർവമായ പ്രശ്നം ഉണ്ടാക്കാൻ കുറേ അധികം നാളുകളായി ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം UP റിസൾട്ട് വന്നപ്പോഴത്തേക്ക് കുറേ ആവശ്യം കൊടുത്ത് 100-100ഓളം വരുന്ന RSSന്റെ പ്രവർത്തകർ ശാഖ കഴിഞ്ഞ് നേരെ വന്നിട്ട് DYFയുടെ പിള്ളേർ അവിടെ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. യാതൊരു പ്രകോപനവുമില്ല. ആ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേരെയാണ് വളരെ മാരകമായി വളഞ്ഞിട്ട് ആക്രമിച്ചത്. കുറേ അധിക ദിവസങ്ങളായി അവിടെ ഈ വീടുകൾ കയറി ആക്രമിക്കുക, ശല്യമുണ്ടാക്കുക, EMS വായനശാല എന്ന് പറയുന്ന വായനശാലയിൽ കയറി പുസ്തകം കത്തിച്ച് കളയുക, അവിടുത്തെ കറണ്ട് വിച്ഛേദിക്കുക, നിരവധി ആക്രമണങ്ങളുടെ പരമ്പര തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം റിസൾട്ട് കൂടിയായപ്പോൾ ആവശ്യമൂത്താണ് ഈ നെറുകേട്ടിലേക്ക് കാണിക്കാൻ തയ്യാറായിട്ടുള്ളത്. കൊല്ലം അഞ്ചാലുമൂട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. റിപ്പോർട്ടർ, കൊല്ലം.